യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ പരിശോധന വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് ഉടൻ ക്രൈംബ്രാഞ്ച് സംഘമെത്തും. പത്തനംതിട്ടയിലെ പ്രവർത്തകരുടെ വീടുകളിലും പരിശോധന നടക്കുന്നു എന്നാണ് വിവരം. പ്രവീൺ പുരുഷോത്തമനും ടി വി പ്രസാദുമുണ്ട്. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക്. പ്രവീൺ, ക്രൈംബ്രാഞ്ച് അന്വേഷണം മുറുകുന്നു എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം ലഭിച്ചതാണ്. ഇപ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് വേഗം കടക്കുമെന്നാണോ ഇപ്പോൾ അറിയാനാകുന്നത്? അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരുടെ വീടുകളിലേക്കും റെയ്ഡ് നീങ്ങുന്നുണ്ടോ? സ്മൃതി, വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ ഊർജിതമാക്കുന്നു ഈ ഒരു കേസ്. ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട അടൂരിൽ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തി ചില പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. അവർക്ക് ചില ഈ പരിശോധനയിൽ ചില കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂർ നെല്ലിമുകളിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് മുന്നിലാണ്. ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് സംഘം ഈ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നാണ് നമുക്ക് അനൌദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. ഏതായാലും അടൂരിൽ വ്യാപകമായിട്ടുള്ള പരിശോധന ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ചില നിർണായകമായിട്ടുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്നും നമുക്ക് അനൌദ്യോഗികമായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഊർജിതമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു. നേരത്തെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും അന്വേഷണം അതിന്റെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു അവസരത്തിൽ കൂടിയാണ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂർ നെല്ലിമൂടിലെ വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്താനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ചില സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഒരു നിരീക്ഷണമൊക്കെ ഇവിടെ ശക്തമാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും പോലീസിന്റെ ഒരു നിരീക്ഷണം ഈ ഭാഗത്ത് തന്നെയുണ്ട്. ഡ്യൂട്ടിക്ക് സ്ഥിരം പോലീസുകാർ ഇവിടെയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ശരി, ഞാൻ ടി വി പ്രസാദിലേക്ക് കൂടി പോകുന്നു. പ്രസാദ്, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് 2 അന്വേഷണങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത്. ഒന്ന്, ലൈംഗിക ആരോപണങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലുള്ള ഒരു അന്വേഷണം. രണ്ടാമത്തേത്, നേരത്തെ തുടങ്ങിയ അന്വേഷണമാണ്. ഇപ്പോൾ അത് ഒന്നുകൂടി ബലപ്പെട്ടിരിക്കുന്നു. രാഹുലിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വളരെ വേഗം ആ നടപടിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രസാദ്, ഉറപ്പായും സ്മൃതി പറഞ്ഞതുപോലെ 2 അന്വേഷണങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്നത്. അതിൽ ലൈംഗിക പീഡന ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. മിനിഞ്ഞാന്നാണ് കേസ് രജിസ്റ്റർ ചെയ്ത്. അതിന് പിന്നാലെയാണ് നേരത്തെയും ക്രൈംബ്രാഞ്ച് നോക്കിക്കൊണ്ടിരുന്ന സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കേസ്, തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാക്കിയ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുള്ള യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ്. ഇങ്ങനെയൊരു കേസ് സജീവമായി നിലനിൽക്കെയാണ് ആ കേസ് വീണ്ടും സജീവമായി വരുന്നത്. ആ കേസിനൊരു പ്രത്യേകതയുണ്ട് സ്മൃതി. മറ്റ് കേസുകളെ പോലെയല്ല. അതിൽ സാഹചര്യ തെളിവുകളും അതല്ലെങ്കിൽ സാക്ഷിമൊഴികളും വലിയ പ്രാധാന്യമില്ലാത്ത കേസാണ്. കാരണം അതിൽ ഡിജിറ്റൽ തെളിവുകൾ ആവശ്യാനുസരണമുള്ള ഒരു കേസാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസ്. ഈ വാർത്ത പുറത്തു വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ റിപ്പോർട്ടർ തന്നെയായ റോഷിപ്പാലാണ് ആ വാർത്തയും പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെ സജീവമായ അന്വേഷണം നടത്തിയിരുന്നു. ഒരുപാട് ഫോണുകൾ കണ്ടെത്തിയിരുന്നു. ഒരുപാട് തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങളും വിവാദങ്ങളും പീഡനാരോപണങ്ങളും എല്ലാം വന്ന സാഹചര്യത്തിലാണ് മറ്റേ കേസ് കൂടി, അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് കൂടി സജീവമായി ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലേക്ക് വരുന്നത്. പ്രവീണ് പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളുടെ വീടുകളിലും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കും എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. ശക്തമായ തെളിവുകളുള്ള കേസായതുകൊണ്ട് അതിൽ മുന്നോട്ട് പോകാൻ തടസ്സമില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളും സ്മൃതി. ഏതായാലും ക്രൈംബ്രാഞ്ച് അടൂരിലെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ നൽകുന്നത്. ഒപ്പം ടി വി പ്രസാദ് ഇടവേളയിലേക്ക്.